ഈ ഇലയുടെ എന്ന് പറയുന്നത് അത്രയും വീക്ക്നെസ് അതുകൊണ്ടാണ് പ്രശ്നം. അത്ര ഇഷ്ടം. കുഞ്ഞുനാളിൽ അമ്മ ഒത്തിരി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അമ്മ നാട്ടിലെ മലപ്പുറം ജില്ലയിൽ ഈ കവളമുക്കട്ട എന്ന് പറയുന്ന ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലാണ് എൻ്റെ വീട്. അപ്പോൾ അവിടെ കുട്ടിക്കാലത്ത് ആദ്യം ഇഷ്ടം പോലെ ഇലയുടെ കഴിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഇലയുടെയോട് എനിക്ക് വേറൊരു ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം കാണുന്ന മാജിക് എന്ന് പറയുന്നത് അമ്മ കാണിക്കുന്നൊരു മാജിക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ ചെറിയ മോനാണ് ഞാൻ. അപ്പോൾ അച്ഛൻ മരിച്ചുപോയി, വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. എല്ലാ ദിവസവും രാവിലെ അച്ഛൻ എന്നെ വിളിക്കും, കുട്ടിയെന്നാണ് മരിക്കുന്നവരെ വിളിച്ചിരുന്നത്. അപ്പോൾ അച്ഛൻ കുട്ടിയെന്ന് വിളിക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് ഏട്ടന്മാരെല്ലാം ഭക്ഷണം കഴിക്കുക, നിലത്തിരുന്ന് ഇങ്ങനെ പലകേറ്റുണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ ഉമ്മറത്തേക്ക് ഓടി ചെല്ലുമ്പോൾ ഉമ്മറത്ത് അച്ഛൻ ഭക്ഷണം കഴിക്കണം. അവിടെ ലേശം എന്താ പറയുക, അച്ഛനൊരു ചെറിയൊരു പുട്ടിൻ്റെ കഷ്ണം അല്ലെങ്കിൽ ഒരു ദോശയുടെ ചെറിയ പീസ് ബാക്കി വെച്ചിട്ടുണ്ടാവും. അച്ഛൻ്റെ ബാക്കി എന്നാണ് പറയുന്നത്. ഇത് അവിടുന്ന് തന്നെ ആവേശത്തോട് വാരി തിന്നിട്ടാണ് പ്രഭാതത്തിൻ്റെ ആ ഒരു തുടക്കം നമുക്കുണ്ടാകുന്നത്. ഒരു ദിവസം ചെല്ലുന്ന സമയത്ത് അന്ന് പാടത്ത് പൂട്ട് നടക്കുക. അച്ഛൻ കർഷകനാണ്. അപ്പോൾ അച്ഛനൊന്ന് രാവിലെ പൂട്ടാൻ വേണ്ടി പോകും. അപ്പോൾ അച്ഛൻ അന്ന് എന്തോ കന്നുപൂട്ട് നടക്കുന്നത് വലിയൊരു നടിയിലോ ഇതൊക്കെ നടക്കുകയായിരുന്നു. അപ്പം അച്ഛൻ രാവിലെ പോയി. ഞാൻ നേരെ ഓടി ചെല്ലുന്ന സമയത്ത് ഒന്നുമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല, കാര്യം. അപ്പോൾ കരഞ്ഞ സമയത്ത് അമ്മ ഓടി വന്നു. അപ്പം അന്ന് ഇടയാണ്, അടാന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഓടിച്ചെന്ന് കഴിഞ്ഞപ്പം ഒന്നുമില്ല. അപ്പോൾ അമ്മ ചോദിച്ചു എന്താ പ്രശ്നം ചോദിച്ചു, എന്താ കുട്ടിയെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ ബാക്കിയില്ല, കരഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ അവിടെ പോയിട്ട് ഒരു വാഴയുടെ ഇല കൊണ്ടുവന്നതിന് ശേഷം പാത്രത്തിൻ്റെ മേളിൽ ഇങ്ങനെ വെച്ച് തുറക്കുന്ന സമയത്ത് അതിനകത്തൊരു അടയുടെ പീസ്. അതെ, ഫസ്റ്റ് മാജിക് ഞാൻ എൻ്റെ കണ്ണിൽ മാജിക് ആണെന്നുള്ളൂ അന്നറിയില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ എവിടെയാണ് സൂക്ഷിച്ചൊന്നും അറിയില്ല എനിക്ക്. പക്ഷേ അതിന്റെ ഒരു വിസ്മയം ഉണ്ടല്ലോ അമ്മ കാണിച്ചു പറഞ്ഞ മാജിക്കും എന്നാ അമ്മയോടുള്ള സ്നേഹവും അച്ഛനിൽ കിട്ടാത്ത ഒരു ദുഃഖവും എല്ലാം ഈ ഒരു അല്ലേ ശരിക്കും ആ മൂന്ന് സൈഡും വന്ന് നിന്നതല്ല ഇടയില. വളരെ പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കുഞ്ഞുനാളിലെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ശരിക്കും ഈ കുഞ്ഞുനാളിൽ ഉള്ള സ്കൂൾ ഗോയിങ് ഗോപിനാഥിനെ വെച്ചിട്ട് ഇപ്പം ഏകദേശം 30 years അല്ലേ മാജിക്കിലോ? ഇല്ല, എനിക്ക് എത്ര വയസ്സായി? അല്ല ശരിക്കും എത്രയായപ്പോ? എനിക്ക് 52 വയസ്സായി. ഒരു കാര്യം ഞാൻ പറയട്ടോ, എനിക്ക് തോന്നുന്നു the first person to address his age എന്ന് പറയുന്ന സാർ തന്നെ should be proud അല്ലേ? മിക്കവരും എന്നാ പറയുന്നത്, ചേച്ചി ഇപ്പൊ വയസ്സ് എന്നോട് ചോദിച്ചാൽ ഞാൻ വേണമെങ്കിൽ 33 അരേന്നോ കാലെന്നോ ഇനി 6 മാസം കൂടെ കഴിഞ്ഞാലേ ഒക്കെ ആവുള്ളൂ എന്ന് പറയുന്നത്. ഫസ്റ്റ് പേഴ്സൺ ഷുഡ് അപ്രീഷിയേറ്റ്. എനിക്കൊന്ന് മാജിക്കില് 30 years ആണോ? മാജിക്കില് അല്ല, 40 years കൂടുതലായി. ഞാൻ 10 വയസ്സിൽ മാജിക് പഠിക്കാൻ തുടങ്ങിയതാണ്. അത് ശരി. എനിക്കൊന്ന് ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂൾ ഡേയ്സ് തൊട്ട് ഇതുവരെ സാർ ഈ എന്നാ പറയുന്നത് പീക്ക് എത്തുന്നിടം വരെ യു ഹാവ് ഗോൺ ടു മച്ച് ട്രബിൾസ് അല്ലേ? ഒരുപാട് ചോദിക്കുന്നോണ്ട് വിഷമം തോന്നരുത്. പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരു ആത്മഹത്യ ചെയ്യാൻ പോലും ശ്രമിച്ചിട്ടുണ്ട്. ഞാനൊരു പഴയ ബസ് മേടിച്ചു. അതിന് നമ്പർ എനിക്ക് ഓർമ്മയുണ്ട്, KLM 3037 എന്നായിരുന്നു നമ്പർ. അപ്പൊ ഈ കുഞ്ഞുനാള് തൊട്ട് ഞാൻ വളരെ കുട്ടിക്കാലത്ത് തൊട്ട് സർ മാജിക് പഠിക്കാൻ തുടങ്ങി. അപ്പൊ അച്ഛൻ സപ്പോർട്ടായിരുന്നു? ആദ്യം സപ്പോർട്ടായിരുന്നു, ഇഷ്ടമായിരുന്നു. ആദ്യം സപ്പോർട്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഈ മാജിക് പഠിക്കണം എന്ന് തോന്നാനുണ്ടാകുന്ന കാരണം എന്ന് വെച്ചാൽ അച്ഛൻ, ഞാൻ പറഞ്ഞില്ല അച്ഛൻ്റെ കർഷകനായിരുന്നു. പക്ഷെ അച്ഛൻ നന്നായിട്ട് മിടുക്കിൽ കഥ പറയുമായിരുന്നു, മനോഹരമായിട്ട് കഥ പറയുമായിരുന്നു, നമ്മളെ വിശ്വസിക്കുന്നു. അതെ. അപ്പോൾ അച്ഛൻ്റെ ഇങ്ങനെ ഈ നെഞ്ചിലിങ്ങനെ ചേർന്ന് കിടക്കുന്ന സമയത്ത് അച്ഛൻ പറയുന്ന കഥകൾ, അച്ഛന് വിദ്യാഭ്യാസമൊന്നുമില്ല പക്ഷേ മനോഹരമായിട്ട് കഥ പറയും. അപ്പോൾ ആ കഥ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ഈ വിസ്മയങ്ങൾ നിറച്ച കഥകൾ പറയുമ്പോൾ മാജിക്കാരനാവണം എന്നുള്ളൊരു മോഹം സ്വാഭാവികമായിട്ടൊരു കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്നു. അത് കഴിഞ്ഞ് മാജിക്കിനെ എന്താ പറയുക, മാജിക്കിനോടുള്ള ഇഷ്ടം തോന്നുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും മാജിക്കിനോടുള്ള പ്രണയമായിട്ട് മാറുന്നു. മാജിക്ക് കൂടെ കൊണ്ട് നടക്കാൻ തോന്നുന്നു. അങ്ങനെ ജാലവിദ്യ പഠിച്ചു. പക്ഷേ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എന്നെ അച്ഛൻ മാജിക്കിലേക്ക് ഇറങ്ങരുതെന്ന് വെച്ചിട്ട് ബാംഗ്ലൂർ കൊണ്ട് LLBക്ക് ചേർത്തു. പക്ഷേ ഞാൻ എൻ്റെ LLBയുടെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് എല്ലാം അവിടെ കളഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വന്ന് LLB ഉപേക്ഷിച്ച് 100% മാജിക്കിലേക്ക് ഇൻവോൾവ് ചെയ്തു. യെസ്. അപ്പോഴാണ് അച്ഛനുമായിട്ട് പിണങ്ങുന്നത്. ഇഷ്ടപ്പെട്ടില്ല. കാരണം അന്നത്തെ ഒരു മാജിക്കുകാരൻ്റെ അന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ്. തെരുവിൽ അലഞ്ഞ് നടക്കുന്ന ഒരു മജീഷ്യൻ എന്നുള്ളതാണ് അന്നത്തെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 100% മാജിക്കിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ പിന്നീടാണ് ട്രൂപ്പിന് പോകാൻ വേണ്ടിയിട്ട് ഒരു ബസ് മേടിക്കുന്നത്. പക്ഷെ അന്ന് ഷോസ് ഒന്നും കിട്ടണ്ടായിരുന്നില്ല. ഇല്ല, എതിരായിരുന്നു. പക്ഷെ ആ ബസ് നമ്മളൊരു എന്താ പറയുക, ഒരു ഫൈനാൻസിന് ഒരുപാട് ലോൺ എടുത്ത്, ഒരു സേട്ടുവിൻ്റെ കയ്യിൽ നിന്ന് കുറേ ലോൺ എടുത്തിട്ടാണ് ബസ് മേടിക്കുന്നത്. അടയ്ക്കാൻ സാധിച്ചില്ല. അച്ഛനോട് പോയിട്ട് അവസാനം, എപ്പോഴും നമ്മൾ അച്ഛനാണല്ലോ അവസാനത്തിനൊരു ഉത്തരം എന്ന് പറയുന്നത്. അച്ഛനോട് പോയിട്ട് പൈസ ചോദിച്ചു, അച്ഛൻ തരില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറെ മുന്നിലെല്ലാം വാതിലുകളും അടഞ്ഞു. അപ്പോൾ പിന്നെ ഇരുട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു.
ഒരു ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ കറണ്ട് വന്ന സമയമാണ് നാട്ടിൽ. അപ്പോൾ അതിൻ്റെ മേളിൽ കയറി പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരാൾ താഴേക്ക് വലിച്ചിട്ടു. അങ്ങനെ രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നതും കവിതയ്ക്ക് ഞാനിങ്ങനെ ഉണ്ടാവുന്നതും ഒക്കെ അങ്ങനെയാണ്. ചേച്ചിയുടെ തലയിൽ ആ വിധി കിടക്കുകയാണ്. ദൈവം നമ്മുടെ ഇട്ടേക്കുന്ന വിധി മാറ്റാൻ നോക്കൂ അല്ലേ ചേച്ചി? അതാ ഒരിക്കലും ജനിച്ചേക്കുമല്ലേ. കവിതയ്ക്കൊരു സംശയം, വിധി എന്ന് പറഞ്ഞപ്പോൾ അല്ല ഞാൻ ശരിക്കും അങ്ങനെ പറയും അല്ലേ ചേച്ചി, അങ്ങനെ പറയും അല്ലേ? ചേച്ചിക്കായിട്ട് സാറ് വേണം അല്ലെ, അതിനല്ലേ ചേച്ചി ജനിച്ചേക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ എനിക്ക് കവിത വേണം, അതാണ് പ്രശ്നം. കാരണം എന്താ പറയുക, ഞാൻ ഈ പറഞ്ഞ അടുക്കളയിൽ എന്ന് പറയുമ്പോൾ പ്രത്യേക കാര്യമുണ്ട് അതിനകത്ത്. എൻ്റെ ഫുഡിൻ്റെ കാര്യത്തിനകത്ത് എത്രമാത്രം ശ്രദ്ധിക്കുന്ന, സത്യം വളരെയധികം ഓരോ കാര്യങ്ങളും ഞാൻ എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്ന്. ചേച്ചി എന്നെ കണ്ടിട്ട് എവർഗ്രീൻ ആക്കാൻ വല്ലതും തോന്നി. ഞങ്ങൾക്കും ടിപ്പ്, ഞങ്ങളുടെ പ്രേക്ഷകർ ഒരുപാട് പേരുണ്ട് ശരിക്കും. ഇപ്പോഴത്തെ കാലത്ത് ഒത്തിരി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട് കേട്ടോ. ടിപ്പ് ഉണ്ടെങ്കിൽ മറന്നു പോകരുത്, ഞങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടേ പോവാം. ഇത് പോട്ടെ സാർ, പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെ അച്ഛനിൽ നിന്നും സാറിന് കിട്ടിയത്, അതായത് ഇപ്പം എന്തെങ്കിലും ആരെങ്കിലും ഒരുപാട് പേര് സാറിൻ്റെ അച്ഛനെ കാണാൻ വരുമ്പം അച്ഛനിങ്ങനെ എന്നാ പറയുക, മന്ത്രം ജപിച്ച് കയ്യിൽ നൂലൊക്കെ കെട്ടിക്കൊടുക്കും. അപ്പം സാർ ചോദിച്ചിട്ടില്ല അച്ഛാ ഇത് എന്താ അച്ഛാ ഇങ്ങനെ? അതെ അതെ. അപ്പം അച്ഛനിൽ നിന്ന് എനിക്ക് എന്താ കിട്ടിയെന്ന് വെച്ചാൽ നല്ലൊരു വ്യക്തിത്വമാണ് കിട്ടിയത്. സത്യം, അച്ഛൻ ഒരു എന്താ പറയുക, ഒരു നമ്മൾ പറയില്ലേ, നമ്മളൊരു മനസ്സിലുള്ള ഒരാൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ യഥാർത്ഥ ഒരു പിക്ചറായിരുന്നു അച്ഛൻ. മദ്യം കഴിക്കില്ല, സ്മോക്ക് ചെയ്യില്ല, കള്ളം പറയില്ല, ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കായിരിക്കും. പക്ഷേ ഇതൊന്നും ഞാൻ പറഞ്ഞില്ല, ഒരു പ്രയാസപ്പെട്ടാൽ അച്ഛൻ അത് എന്ത് വില കൊടുത്ത് നേടിയിരിക്കും. ഒരു എന്താ പറയുക, ഈ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം എൻ്റെ ശവദാഹം നടത്തുന്നതിന് ശേഷം അവിടെ ഒന്നും അവശേഷിപ്പിക്കരുത്, എനിക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ പൂജ നടത്തരുത്. അതിനൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണോ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രവർത്തിക്കുന്നത്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ കാൽപ്പാടുകൾ പതിച്ച്, അതാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള പാഠം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മക്കളാരും ഒരു കാരണവശാലും സ്മോക്ക് ചെയ്തിട്ടില്ല, ഒരു തവണ പോലും മദ്യം രുചിച്ച് നോക്കിയിട്ടില്ല. അതൊക്കെ പറയാതെ പഠിപ്പിച്ച പാഠങ്ങളായിരുന്നു. അതായത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഒരു വ്യക്തി ഇങ്ങനെ ആവണം. അതൊക്കെ എന്താ പറയാ, ഷുഡ് അപ്രിഷിയേറ്റ് അല്ലേ. ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരെ വെച്ച് പറയുകയാണെങ്കിൽ ശരിക്കും സാർ ഒരു റോൾ മോഡലായിട്ട് തന്നെ ഞങ്ങളുടെ ഇപ്പോഴത്തെ പിള്ളേർ. അല്ല, ഞാൻ കുട്ടികളോട് പറയുന്ന സമയത്ത് ഞാൻ എന്താണോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറയുന്നത്. സത്യം സാർ, ഇതുകൊണ്ടാണ് സാർ ഒരു കേരള മൊത്തം, അതല്ല ഇന്ത്യ മൊത്തം ഒരു മദ്യത്തിനുള്ള അവയർനെസ് ഒക്കെ പറഞ്ഞിട്ടൊരു യാത്ര തന്നെ നടത്തിയത് അല്ലേ? ശരിക്കും അത് ആ മെയിൻ അതിന്റെ പോയിന്റ് എന്തുവായിരുന്നു? ഇത് ഇത് തന്നെയായിരുന്നു. സ്റ്റോപ്പ് സാഡ് എന്നായിരുന്നു പരിപാടിയുടെ പേര്. സ്റ്റോപ്പ് സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഡ്രഗ്സ്. ഇത് പോയി കഴിഞ്ഞാൽ സാഡ് ഉണ്ടാവില്ല എന്നുള്ളതാണ്, ദുഃഖം ഉണ്ടാവില്ല. അതാണ് ശരി. അതിന്റെ ഒരു എന്താ പറയുക, അഡിക്ഷനിൽ വേണ്ടിയിട്ടല്ലേ ബാക്കി അതിന്റെ ബാക്കി പത്രങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും. ശരിയാ.